ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്ന പൂഞ്ഞാർ പുലി PC ജോർജ് ലവ് ജിഹാദ് പരാമർശത്തിലൂടെ അപമാനിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെ തന്നെയെന്ന് ആരോപണം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 ക്രിസ്ത്യൻ യുവതികൾ ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്ത്യൻ യുവതികൾ തന്നെയാണ്. ഇത്രയും യുവതികൾ അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ സ്വസമുദായത്തിലെ ആൺകുട്ടികൾ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണെന്നല്ലേ ജോർജ് പറഞ്ഞു വെക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിലെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ കാണുന്നവന്റെ കൂടെ ചാടിപ്പോകുന്നവരാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളാണെന്നാണോ ജോർജ് കരുതുന്നത്? ഇത് എല്ലാ ക്രിസ്ത്യൻ യുവാക്കളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വേദിയിലിരുത്തിക്കൊണ്ട് ജോർജ് നടത്തിയ പരിഹാസം രൂപതാധ്യക്ഷന്റെ വിശ്വാസ പരിപാലനത്തെ തന്നെയല്ലേ ചോദ്യം ചെയ്യുന്നത്. 25ാമത്തെ വയസ്സിൽ പെൺകുട്ടികളെ കണ്ടാൽ തനിക്കും എന്തൊക്കെയോ തോന്നുമായിരുന്നു എന്നാണ് ജോർജ് പറഞ്ഞത്. എന്നാൽ ജോർജിന് ഈ പ്രായത്തിലും പെൺകുട്ടികളെ കണ്ടാൽ പലതും തോന്നുമെന്ന് ചക്കര പെണ്ണുവിളിയിലൂടെ പൊതുജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. പാലാ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിലാണ് PC ജോർജ് വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തിയത്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നെന്നും മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുമെന്നാണ് ജോർജിന്റെ പരാമർശം. അതിൽ 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയതെന്നും ജോർജ് പറഞ്ഞു. 25 വയസ്സാകുമ്പോൾ എനിക്കും പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം തോന്നും. പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോഴും സന്തോഷം തോന്നും. ക്രിസ്ത്യാനികൾ 24 വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്നും ജോർജ് പറഞ്ഞു. എന്തിനാണ് ക്രിസ്ത്യാനികൾ 25ഉം 30ഉം വയസ്സുവരെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാതെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? ഇന്നലെയും ഒരു 25 വയസ്സുകാരി പോയിട്ടുണ്ട്. അവളെ തപ്പുകയാണ്. എനിക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളോടുള്ള അഭ്യർത്ഥന, 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം. അതിനുശേഷം അവർ പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നാണ് ജോർജ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാറമടയിലേക്കുള്ള ഡിറ്റനേറ്ററുകൾ പിടികൂടിയ സംഭവത്തെയും ജോർജ് വർഗീയവൽക്കരിച്ചു. ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ടെന്നും രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും PC ജോർജ് പറഞ്ഞു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ കേസിൽ അറസ്റ്റിലായ ജോർജിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യം കിട്ടിയത്. അതിനിടെ വർഗീയ പ്രസ്താവനകൾ ആവർത്തിക്കുന്ന PC ജോർജിനെതിരെ കേസെടുക്കണമെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയും മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും ശരി അവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം.